ഇന്നിപ്പോൾ പപ്പായ കൊണ്ട് നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. ആദ്യം തന്നെ കുറച്ച് എണ്ണയൊക്കെ ചൂടായിട്ട് അതിനകത്തോട്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വാട്ടിയെടുക്കണം. അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുന്ന പപ്പായയും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളക് ചെറുതായി അരിഞ്ഞും കൂടെ ചേർക്കാം. എരിവിന് ആവശ്യത്തിന് ചേർക്കാം. ഇതിന് പപ്പായ എന്നും പറയും, ഓമയ്ക്ക പറയും. കല്യാണം കഴിച്ച ഈ നാട്ടിൽ ഇതിന് കറുവത്തിൻകായ എന്നാണ് പറയുന്നത്. എന്തായാലും ഔഷധ മൂല്യങ്ങളേറെയാണ് ഇതിന്. ഇങ്ങനെ തോരൻ വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ മെഴുക്കുവരട്ടി വയ്ക്കുകയാണ് ഞാനിവിടെ ചെയ്യുക. ഇത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്താൽ നല്ലതാണ്. ഇതും ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റുന്നതാണ്.